മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാമങ്ങളെക്കുറിച്ചായിരുന്നു നാം അല്പം ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഘടനയെക്കുറിച്ച് ചിലത് നമുക്ക് ബർക്കത്തിന് വേണ്ടി സംസാരിക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാര സൗഷ്ഠവത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. അവിടത്തെ കുറിച്ച് വിവരിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് വ്യക്തികൾ, സഹാബെ കിറാം നമുക്ക് മുമ്പിലുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഘടനയും രൂപവും ഓരോന്നും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളു ചുവന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവിൻ, അല്ല കുറിയവർ നല്ല തടിയ മുഖം വട്ടനിലാവേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് സല്ലലിലാഹ് എന്ന കവിതയിൽ ബാപ്പുഞ്ഞി മുസ്ലിയാർ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: തികവത്ത ശരീരപ്രകൃതിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യത്തിന്റെ പരിപൂർണതയും സൗന്ദര്യത്തിൽ നിസ്തുലനുമാണ് എന്ന് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. സൗന്ദര്യത്തോട് മാറ്റുരയ്ക്കുന്ന ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖവും ശരീരവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാത്രം സവിശേഷതകളിൽ ഒന്നാണ്. ഒറ്റ നോട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം നോക്കുമ്പോൾ കാഴ്ചക്കാരന് ആ ഗാംഭീര്യം അനുഭവപ്പെടുന്ന രീതിയിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരപ്രകൃതി ഉണ്ടായിരുന്നത്. ആ ഗാംഭീര്യത്തിന്റെ സൗന്ദര്യം വിശദീകരിക്കുന്ന നിരവധി ഹദീസുകൾ സഹാബികൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അധികമായോ കുറവായോ ഒന്നും ആ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തൊലിയുടെ നിറവും ആകാരവടിവും അതിമനോഹരമായി കവികൾ വിശദീകരിക്കുന്നുണ്ട്. ഉള്ള ചുവന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവിൻ, അല്ല കുറിയവർ നല്ല തടിയ മുഖം വട്ടനിലാവേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ നിറത്തെ കവികൾ വരച്ചു കാണിക്കുകയാണ്. വെളുപ്പ് ഭംഗിയുള്ള നിറമാണെങ്കിലും വെളുപ്പിലൽപ്പം ചുവപ്പ് കലർന്നിരിക്കുന്നതാണ് ശരീരത്തിന്റെ ഭംഗി. അങ്ങനെ തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറവും. വെള്ളിയും സ്വർണവും കൊണ്ട് ഉരുവപ്പെടുത്തിയതുപോലെയുള്ള തിളക്കമാണ് ഷറഫാക്കപ്പെട്ട ശരീരത്തിനുള്ളത്. രോമവും മുടിയുമില്ലാത്ത ശരീരഭാഗങ്ങളിൽ നിന്ന് വെളിച്ചം പൊഴിഞ്ഞിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്തെത്തിയാൽ പിന്നെ വേറൊരു വിളക്കെന്തിന് എന്ന് തോന്നുമാറ് ഒരു വിളക്കുമാടം കണക്കിയ ശരീരം തന്നെ വെട്ടിത്തിളങ്ങിയിരുന്നു. കുറിയ ശരീരക്കാരനല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാലോ നല്ല പൊക്കമുള്ള ആളുമല്ല. എങ്കിലും കാഴ്ചയിലും നല്ല ആകാര സൗഷ്ഠവമായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകളുടെ ഇടയിൽ നടക്കുമ്പോൾ കൂടെയുള്ളവരെക്കാൾ പൊക്കമുള്ളതായി അനുഭവപ്പെട്ടിരുന്നു. ചിലപ്പോഴൊക്കെ പൊക്കമുള്ള രണ്ടാളുകൾ തങ്ങളുടെ കൈ പിടിച്ച് കൂടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെക്കാൾ പൊക്കമുള്ളതായി ചുറ്റുമുള്ളവർക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിരുന്നു. ഒരു സദസ്സിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുകയാണെങ്കിലും ആരെക്കാളും ഉയരത്തിൽ തലയെടുപ്പുള്ള ആളായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ശരീരപ്രകൃതിയും നാം പഠിക്കണം. അവിടുത്തെയോട് മുഹബ്ബത്ത് വെക്കണം. എങ്കിലേ അവിടുത്തെ നമുക്ക് ഒരുപാട് തവണ കാണാനും പഠിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് ഒരുപാട് തവണ അവിടുത്തെ കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരപ്രകൃതി അധികം തടിയുള്ളവരായിരുന്നില്ല. ശരീരത്തിൽ ഒരിടത്തും മാംസം അല്പം പോലും കൊഴുത്ത് തിങ്ങിയിട്ടില്ല. ആ രൂപത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞ രൂപത്തിൽ ഒരു ശരീരഭാഗവും ഉണ്ടായിരുന്നില്ല. എല്ലാം പാകത്തിനും വലിപ്പവും എല്ലാം പാകത്തിനുള്ളതായിരുന്നു അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം. മാത്രമല്ല പ്രായമായ സമയത്ത് പോലും ശരീരത്തിൽ നിന്ന് അത് പ്രതിഫലിച്ചിട്ടില്ല. യുവത്വത്തിലും മധ്യവയസ്സിലും ആ ശരീരത്തിന്, ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിന് ഒരേ ഭാവമായിരുന്നു. കാലമോ ദേശമോ ആ ശരീരത്തിന്റെ, ആ ഷറഫാക്കപ്പെട്ട ശരീരത്തിന്റെ സൗന്ദര്യത്തിൽ നിന്നും ഒന്നും ചോർത്തിയില്ലെന്ന് അർത്ഥം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പഠിക്കാനും അറിയാനും അവിടുത്തോട് മുഹബ്ബത്ത് വെക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുത്തെ ഒരുപാട് തവണ സ്വപ്നത്തിലും അല്ലാതെയും ഞങ്ങൾക്ക് കാണാൻ ഇതെല്ലാം ഒരു കാരണമാക്കി തരണേ അല്ലാഹ്.